അതിവേഗ വാർത്തകൾ. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയെന്ന് പ്രതിയുടെ ന്യായീകരണം. ആരും സഹായിക്കാത്തതിനാലാണ് കൊലപ്പെടുത്തിയതെന്ന് മൊഴി. അഫാനെ കൂടുതൽ ചോദ്യം ചെയ്യും. അഫാന്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. മെഡിക്കൽ ബോർഡിൽ മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ. റൂറൽ SP-യുടെ നേതൃത്വത്തിൽ സമഗ്ര അന്വേഷണം. പ്രതി അഫാൻ ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസ്. കൂട്ടക്കൊലയിൽ നടുക്കം മാറാതെ നാട്. പ്രതി അഫാൻ മുത്തശ്ശിയുടെ വീട്ടിൽ എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി കൊലകൾക്കായി സഞ്ചരിച്ചത് 25 കിലോമീറ്റർ. ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിഞ്ഞത് ഇന്നലെ വൈകിട്ട്. ലത്തീഫിന്റെയും സാജിദയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലയിൽ ഇരയായ ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ട വിവരം നാട്ടുകാർ അറിഞ്ഞത് വൈകിട്ടായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ. പ്രതിയായ അഫാനെ നാട്ടുകാർക്ക് കണ്ടുപരിചയമില്ല. കൊല്ലപ്പെട്ട ലത്തീഫ് നാട്ടുകാരുമായി നല്ല അടുപ്പമുള്ള വ്യക്തിയെന്ന് വാർഡ് കൗൺസിലർ. സംസ്ഥാനത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ LDF-ന് നേട്ടം. തിരഞ്ഞെടുപ്പിൽ 15ഇടത്ത് LDF-ന് വിജയം. 12 സീറ്റ് പിടിച്ച UDF. വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ 30 വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ LDF-UDF പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പ്രമേയത്തിൽ ചർച്ച നടക്കാനിരിക്കെ 10:30 കൂട്ടമായി എത്തിയ LDF പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കവാടത്തിന് മുന്നിൽ തടിച്ചുകൂടിയ UDF പ്രവർത്തകരെ ഒഴിപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതാണ് ബഹളത്തിന് കാരണമായത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് അന്ത്യശാസനവുമായി ആരോഗ്യവകുപ്പ്. അടിയന്തരമായി ആശാ വർക്കർമാർ ജോലിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം. നടിയെ ആക്രമിച്ച കേസിലെ 1-ാം പ്രതി പൾസർ സുനിക്കെതിരെ വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകി അന്വേഷണ സംഘം. സുനി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. കുറുപ്പമ്പടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് നടപടി. സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യം. സംസ്ഥാന കോൺഗ്രസിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടുന്നു. പ്രധാന നേതാക്കളെയെല്ലാം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, KPCC മുൻ അധ്യക്ഷൻ, MP-മാർ എന്നിവരെയാണ് വെള്ളിയാഴ്ച നടക്കുന്ന ചർച്ചയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ശശി തരൂർ വിവാദം, സംഘടനാ പ്രശ്നങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ശശി തരൂർ MP-യും പങ്കെടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് ഡോക്ടർമാർ. ശ്വാസതടസ്സം കുറഞ്ഞു. വൃക്കരോഗങ്ങളിലും ആശങ്ക വേണ്ട എന്ന് ഡോക്ടർമാരും വത്തിക്കാനും. ഓക്സിജൻ നൽകുന്നത് തുടരുമെന്ന് ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും. ഉച്ചയ്ക്ക് 2:30 റാവൽപിണ്ടിയിലാണ് മത്സരം. ആദ്യ മത്സരം ജയിച്ച ഇരു ടീമും ജയം തുടരുക എന്നത് ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. ആദ്യ മത്സരത്തിൽ 300-ന് മുകളിൽ സ്കോർ ചെയ്ത 2 ടീമുകളാണ് ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും. ബംഗാൾ ഉൾക്കടലിൽ ഭൂചലനം. 5.1 തീവ്രത രേഖപ്പെടുത്തി. കൊൽക്കത്തയിലും ബംഗാളിലെ മറ്റ് ഭാഗങ്ങളിലും ഒഡീഷയിലെ പുരിക്ക് സമീപവും പ്രകമ്പനമുണ്ടായി. ബംഗാൾ ഉൾക്കടലിൽ 91 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനമുണ്ടായത്. നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ല. തെലങ്കാനയിലെ നാഗർ കുർണൂരിൽ തകർന്ന തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരം. തുരങ്കത്തിനകത്ത് ചെളി നിറഞ്ഞു കിടക്കുന്നു. ചെളി മാറ്റിയാൽ കുടുങ്ങിക്കിടക്കുന്നവരെ അത് കൂടുതൽ അപകടത്തിലാക്കുമെന്നും രക്ഷാപ്രവർത്തകരുടെ ജീവൻ പോലും അപകടത്തിലാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു വിദഗ്ധർ. നിലവിൽ തൊഴിലാളികളുടെ 50 മീറ്റർ സമീപത്ത് ദൗത്യസംഘം എത്തിയിട്ടുണ്ട്. വിദേശ വായ്പ വൈകുന്നത് കൊച്ചി മെട്രോയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്ന് സൂചന. മെട്രോയുടെ 2ാം ഘട്ടത്തിനുള്ള വായ്പയുടെ കാര്യത്തിലാണ് അനിശ്ചിതത്വം. ഫണ്ട് കിട്ടാത്തതിനാൽ കരാറുകാർ പകുതിയോളം തൊഴിലാളികളെ പിൻവലിച്ചു. മെട്രോ റെയിൽ പാത സ്ഥാപിക്കാനുള്ള തൂണുകളുടെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഫണ്ട് മുടങ്ങിയത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നതിന്റെ ആദ്യപടിയായി ഇന്ന് കോഴിക്കോട്ട് വൈകിട്ട് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. സംഗമത്തിൽ മലബാറിലെ 5 ജില്ലകളിൽ നിന്നുള്ള ഉടമകളും ജീവനക്കാരും പങ്കെടുക്കും.
കാസർഗോഡ് കൊളത്തൂരിൽ നിന്ന് വനം വകുപ്പ് പിടികൂടിയ പുലിയെ ജനവാസ മേഖല ഉൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടതായി പരാതി. വനം വകുപ്പ് അധികൃതർ വാഹനങ്ങളിലെത്തി പുലിയെ തുറന്നുവിട്ടുവെന്നാണ് ആരോപണം. ആശങ്കയിലാണ് പ്രദേശവാസികൾ. KSRTC ജീവനക്കാരിൽ പലരും അകാലമായി മരിക്കുന്നുവെന്ന് ജീവനക്കാർ. ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘം ആവശ്യപ്പെട്ടു. മാർച്ച് 1-ന് ഇക്കാര്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ ബാഷ്പാഞ്ജലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ആലപ്പുഴയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ പിടിയിൽ. ചെറിയനാട് സ്വദേശി സജുവാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 60 പാക്കറ്റ് ഹാൻസും 9 പാക്കറ്റ് കൂൾ ലിപ്പുമാണ് പിടിച്ചെടുത്തത്. വെൺമണി പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ ആളൂരിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് തടഞ്ഞതിലുള്ള വിരോധത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. കല്ലേറ്റുങ്കര സ്വദേശി ഋതു, താഴേക്കാട് സ്വദേശി അമൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇടുക്കിയിൽ സ്കൂട്ടറിൽ കൊണ്ടു നടന്ന് മദ്യം ചില്ലറ വിൽപ്പന നടത്തിയ ആൾ പിടിയിൽ. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് പോലീസിനെ പോലും ഞെട്ടിച്ച മദ്യക്കച്ചവടം പിടികൂടിയത്. ഉടുമ്പൻചോല സ്വദേശി മോഹനാണ് പിടിയിലായത്. കൊല്ലം ചാത്തന്നൂരിൽ മാരക മയക്കുമരുന്നായ മെത്താഫിറ്റനുമായി യുവാവ് അറസ്റ്റിൽ. സുരാജ് എന്നയാളാണ് ചാത്തന്നൂർ എക്സൈസിന്റെ പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയ ഫലം വന്നതിന്റെ ഭാഗമായി നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കത്തിൽ നിന്ന് തീ തെറിച്ചു വീണ് അപകടം. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ നിന്ന് സമീപത്തെ പറമ്പിലിൽ ഉണങ്ങിയ പുല്ലിനാണ് തീപിടിച്ചത്. ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് CPIM പ്രവർത്തകർ പഞ്ചായത്തിന് മുൻപിൽ പടക്കം പൊട്ടിച്ചാഘോഷിച്ചത്. കണ്ണൂർ മാക്കൂട്ടം ചുരത്തിൽ അരി കയറ്റി വരികയായിരുന്ന ലോറിക്ക് തീപിടിച്ചു. പുലർച്ചെ 1 മണിയോടെയാണ് മാക്കൂട്ടം ചുരത്തിൽ മെതിയടിപ്പാറയ്ക്ക് സമീപം അരി കയറ്റി വരികയായിരുന്ന ടോറസ് ലോറിക്ക് തീപിടിച്ചത്. ഇരട്ടിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകളോളം നീണ്ട ശ്രമത്തിനിടയിലാണ് തീയണച്ചത്. തിരുവനന്തപുരം നാടുകാണി മലയിൽ തീപിടുത്തത്തിന് പിന്നിൽ 5 യുവാക്കൾ എന്ന ദൃക്സാക്ഷികൾ. ഇവർ തീയിടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ക്ഷേത്രത്തിന് സമീപം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ് എന്ന് നാട്ടുകാർ. മലപ്പുറം എടവണ്ണയിലുണ്ടായ തീപിടുത്തത്തിൽ വ്യാപകമായ കൃഷിനാശം. കല്ലിടുമ്പ് സ്വദേശി അലിയുടെ കൃഷിയിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേനയെത്തി തീ പൂർണ്ണമായും അണച്ചു. പഞ്ചായത്ത് അധികൃതരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കൊല്ലത്ത് സുഹൃത്തിന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന ആൾ മരിച്ചു. മരണകാരണം വയറിന് ചവിട്ടേറ്റതുമൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കണിയാങ്കുഴിയിൽ സുഗതൻ നായർ ആണ് മരിച്ചത്. സുഗതനെ മർദ്ദിച്ച സുഹൃത്തായ സണ്ണിയെ കുനിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. 2 ദിവസം മുമ്പ് സുഗതന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ സണ്ണി ഇയാളെ മർദ്ദിക്കുകയായിരുന്നു. തൃശൂർ എറവ് ആറാങ്കല്ലിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ക്രിസ്റ്റിയെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. പ്രതി മയക്കുമരുന്നിനടിമയെന്ന് പോലീസ്. കോടതിയിൽ ഹാജരാക്കിയ ക്രിസ്റ്റിയെ റിമാൻഡ് ചെയ്തു. കുറ്റം നടത്തിയ രീതി പ്രതി പോലീസിനോട് വിശദീകരിച്ചു. തിരുവനന്തപുരം കടക്കാവൂരിൽ വാട്ടർ അതോറിറ്റി കരാർ ജീവനക്കാരനെ കുത്തിക്കൊലപ്പെടുത്തി. നിലയ്ക്കാമുക്ക് ബിവറേജസിന് മുൻപിലായിരുന്നു സംഭവം. കീഴാറ്റിങ്ങൽ സ്വദേശി ഷിബുവാണ് മരിച്ചത്. വരുൺ, അഫ്സി എന്നിവരെ കടക്കാവൂർ പോലീസ് പിടികൂടി. തൃശൂർ എറവ് ആറാംകല്ലിലെ കൊലപാതക കേസിൽ പ്രതി റിമാൻഡിൽ. മോഹനൻ എന്ന ആളെയാണ് കൊലപ്പെടുത്തിയത്. ബൈക്കിന് കൈ കാണിച്ചതിലുള്ള വാക്കുതർക്കമാണ് കയ്യേറ്റത്തിലേക്കും തുടർന്ന് കൊലപാതകത്തിലേക്കും നയിച്ചത്. പ്രതിയായ അരിമ്പൂർ സ്വദേശി ക്രിസ്റ്റിയെ റിമാൻഡ് ചെയ്തു. മാവേലിക്കര കരിങ്ങാട്ടിൽ ബസ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. മാവേലിക്കരയിൽ നിന്ന് ചെങ്ങന്നൂരിലേക്ക് വരികയായിരുന്ന ബസ്സാണ് ടിപ്പറുമായി കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റത്. വെണ്ണൂക്കര കാനൽ കവലയിൽ വെച്ച് ടിപ്പർ ബസ്സിന് ക്രോസായി കയറിയതാണ് അപകട കാരണം. തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിർത്തിയിട്ടിരുന്ന മീൻ കയറ്റിയ പിക്കപ്പ് ഓട്ടോറിക്ഷയിൽ ലോ ഫ്ലോർ ബസ്സിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് മീനുകൾ റോഡിലേക്ക് തെറിച്ചു വീണ് ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. തമിഴ്നാട് പഴനിക്ക് സമീപം വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു.
മലപ്പുറം തെരിക്കലങ്ങോട് സ്വദേശികളായ മുഹമ്മദ് സാദകത്തുള്ള മകൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെയും മകളെയും ഉടുമലയിലെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മോഷണക്കേസിൽ ബീഹാർ സ്വദേശി ചന്ദൻ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ നടയിലുള്ള ബിൽഡിംഗിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ 20,000 രൂപ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. ഇടുക്കിയിൽ യുവതിയെ ആക്രമിച്ച് മാല അപഹരിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. രാജകുമാരി മുരുക്കുംതൊട്ടി സ്വദേശിനിയെ ആക്രമിച്ചാണ് തമിഴ്നാട് സ്വദേശി മാല അപഹരിച്ചത്. തുടർന്ന് ഓട്ടോയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പൂപ്പാറയിൽ വാഹനം തടഞ്ഞ നാട്ടുകാർ പിടികൂടുകയായിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ ചന്തപ്പുര ടൗൺ LP സ്കൂളിലെ കുടിവെള്ള ടാപ്പുകളും ശുചിമുറിയിലെ സാമഗ്രികളും മോഷ്ടിച്ചു. സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകി. കൊല്ലം തേനി ദേശീയപാത കടപ്പുഴ പാലത്തിന് സമീപം വ്യാപകമായി കോഴി മാലിന്യങ്ങൾ തള്ളിയതായി പരാതി. രാത്രിയോടെയാണ് പ്രദേശത്ത് ദിവസങ്ങൾ പഴക്കമുള്ള കോഴി മാലിന്യങ്ങൾ തള്ളിയത്. പ്രദേശത്താകമാനം ദുർഗന്ധം പടർന്നതോടെ നാട്ടുകാർ ദുരിതത്തിലായി. സംഭവം ആരോഗ്യവകുപ്പിലും പോലീസിലും അറിയിച്ചതായി പഞ്ചായത്ത് അംഗം ഷീലാകുമാരി. ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഈ മാസം അവസാനം വരെ മാത്രമേ വാങ്ങുവാൻ കഴിയൂവെന്ന് അറിയിപ്പ്. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 28-നുള്ളിൽ തന്നെ ഫെബ്രുവരി ക്വാട്ടയിലെ ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റേണ്ടതാണെന്നും ക്വാട്ടയിലെ വിഹിതം വാങ്ങുന്നതിനായി കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്നും പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇടുക്കി മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മൂന്നാറിന്റെ കൂടുതൽ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനായി 4 പുതിയ സൈറ്റ് സീൻ സർവീസുകൾ ആരംഭിച്ചു KSRTC. മൂന്നാർ ഡിപ്പോയിൽ നിന്നാണ് സർവീസ് ആരംഭിച്ചത്. തൃശൂർ കാഞ്ഞാണിയിൽ മണലൂർ മണ്ഡലം 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് KK ജോൺ അധ്യക്ഷനായിരുന്നു. ഗാനരചയിതാവ് R പീതാംബരനെ DCC സെക്രട്ടറി KB ജയറാം ആദരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനട ഇന്ന് നേരത്തെ അടയ്ക്കും. 2025-ലെ ഉത്സവത്തിന് മുന്നോടിയായി ശ്രീകോവിൽ ശുചീകരണ പ്രവൃത്തികൾക്കായാണ് നട നേരത്തെ അടയ്ക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശന നിയന്ത്രണവുമുണ്ട്. മലപ്പുറം വളാഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആരംഭിച്ച കരുതൽ പദ്ധതി സമാപിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ കുട്ടികൾക്കും മികച്ച വിജയം നേടാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഇത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ B ഡിവിഷൻ മേഖലയിലെ 4-5 വാർഡുകളുടെ സംയുക്ത കുടുംബസംഗമം സംഘടിപ്പിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച കുടുംബസംഗമം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്തയിൽ ഇനി ഒരു ഇടവേള. അതിവേഗ വാർത്തകൾ തുടരുന്നു.
ഇടുക്കി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതിന്റെ സാധ്യതകളുടെയും ദ്വിദിന വർക്ക്ഷോപ്പിന് തുടക്കമായി. വിവിധ കോളേജുകളിലെ കുട്ടികൾ പരിശീലന കളരിയുടെ ഭാഗമായി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജോജു എം ഐസക് ഉദ്ഘാടനം നിർവഹിച്ചു. ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും സർക്കാർ അവരോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും നീതി നൽകണമെന്ന മുദ്രാവാക്യവുമായി മണ്ണൂത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിൽ CPIM ഇടിയഞ്ചിറ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറിയും പട്ടികജാതി സഹകരണ സംഘം ഡയറക്ടറുമായിരുന്ന TV അർജുന്റെ 2ാം ചരമവാർഷിക ദിനം ആചരിച്ചു. ഇടിയഞ്ചിറയിൽ ജില്ലാ കമ്മിറ്റി അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി KA ബാലകൃഷ്ണൻ അധ്യക്ഷനായി. പാലക്കാട് ആനക്കരയിൽ പാടശാഖിരത്തേക്ക് സാമൂഹ്യ വിരുദ്ധർ മലിനജലം ഒഴുക്കി വിട്ടതോടെ വിളവെടുത്ത ടൺ കണക്കിന് നെല്ല് നശിച്ചു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ പോലീസിൽ പരാതി നൽകി. കൊല്ലം വലിയവിള മാടൻനട ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിമര ഘോഷയാത്ര നടത്തി. തന്ത്രി ഇടുക്കി സലിമോൻ തന്ത്രികളുടെയും മേൽശാന്തി വിനീഷ് കട്ടപ്പനയുടെയും നേതൃത്വത്തിൽ നാളെ വൈകിട്ട് തൃക്കടിയേറ്റ് കർമ്മം നടത്തും. മാർച്ച് 9-ന് പൊങ്കാലയും 11-ന് ഗജമേളയും കെട്ടുകാഴ്ചയും നടത്തും. കണ്ണൂർ ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ വീടുകൾ തോറും പക്ഷികൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന പറവകൾക്കൊരു തണ്ണീർക്കുടം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്ത് അംഗം ഷൈൻ ബാബു ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മുളക്കുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആസ്റ്റർ GM ഫൗണ്ടേഷൻ സഹായത്തോടെ പെൺകുട്ടികൾക്കായുള്ള മെൻസ്ട്രൽ ഹൈജീൻ മെഷീൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് വിനി സുധീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രിൻസിപ്പൽ അംബിക B സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പണി കഴിപ്പിക്കുന്ന മഹാത്മാ കാവാരിക്കുളം കണ്ടൻകുമാരൻ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. 5 സെന്റ് സ്ഥലത്ത് 1.5 കോടി രൂപ ചെലവഴിച്ചാണ് സ്മാരകം പണി കഴിപ്പിച്ചിരിക്കുന്നത്. പ്രശസ്തനായ സസ്യശാസ്ത്രജ്ഞനും കേരള വന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വിരമിച്ച മുതിർന്ന ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ S ശങ്കറിനെ തൃശൂരിൽ ആദരിച്ചു. CPI കാളത്തോട് ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആദരവ്. കാളത്തോട് വസതിയിൽ നടന്ന ചടങ്ങിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം EM സതീശൻ പൊന്നാടയും ഉപഹാരവും നൽകി. മലപ്പുറം എടയൂർ പുക്കാട്ടിയൂർ ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്ന് തിറ, പൂതൻ കെട്ടുകാഴ്ചകളും നടന്നു. ചടങ്ങിൽ വിശേഷാൽ പൂജകളും എഴുന്നള്ളിപ്പും ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് ശിരസ മുണ്ടനം ചെയ്തവരുടെ ആഗോള മലയാളി സംഘടനയുടെ സംഗമം നടന്നു. കനകക്കുന്നിൽ നടന്ന പരിപാടി മ്യൂസിയം SI വിപിൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സ്റ്റാൻഡപ്പ് കൊമേഡിയൻ സജീഷ് കുട്ടനല്ലൂരിന്റെ നേതൃത്വത്തിൽ 2024 ആഗസ്റ്റ് 21-നാണ് ഈ സംഗമത്തിന് തുടക്കം കുറിച്ചത്. തൃശൂർ വെള്ളാങ്കല്ലൂരിൽ യൂത്ത് കോൺഗ്രസിന്റെയും IMAയുടെയും ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. റോജി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് മുഖ്യാതിഥിയായി. ലണ്ടൻ ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ ശിവരാത്രി നൃത്തോത്സവത്തിന് സമാപനമായി. ആശ ഉണ്ണിത്താൻ, വിനോദ് നായർ, ശങ്കരി മൃത, നീലിമ വർമ്മ, ജിത അരവിന്ദ്, ശാലിനി ശിവശങ്കർ എന്നിവർ പങ്കെടുത്തു. കൊല്ലം കേരള പോലീസ് അസോസിയേഷൻ ക്ഷേമരാഷ്ട്രീയത്തിലെ പോലീസ് എന്ന വിഷയത്തെക്കുറിച്ച് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. കൊല്ലം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി അഡീഷണൽ SP GGN ഉദ്ഘാടനം ചെയ്തു. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയതിന് യുവാവിനെതിരെ യുവതി നൽകിയ പീഡന പരാതി തള്ളി ഒഡീഷ ഹൈക്കോടതി. ബന്ധം വിവാഹത്തിൽ കലാശിക്കാതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നും ഇത് കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്നുമാണ് കോടതിയുടെ പരാമർശം.
തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ പൗരന്മാർക്ക് പരാതിപ്പെടാൻ സംവിധാനമൊരുക്കണമെന്ന് സുപ്രീം കോടതി. പതഞ്ജലിയും യോഗ ഗുരു രാംദേവും കോവിഡ് വാക്സിനേഷനും ആധുനിക വൈദ്യശാസ്ത്രത്തിനുമെതിരെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ 2022 സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. യുക്രൈൻ യുദ്ധം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ട്രംപ് യുദ്ധം അവസാനിക്കുമെന്നുള്ള പ്രത്യാശ പ്രകടിപ്പിച്ചത്. യുദ്ധം അവസാനിക്കുമെന്നും യുക്രൈനിലെ ധാതു ഖനനത്തിന് അമേരിക്കയ്ക്ക് അനുമതി നൽകുമെന്നും ട്രംപ് പറഞ്ഞു. SRVHSS സ്കൂളിൽ ആരംഭിക്കുന്ന 3D പ്രിന്റിംഗ് ഓപ്പറേറ്റർ, അസിസ്റ്റന്റ്, റോബോട്ടിക് ടെക്നീഷ്യൻ എന്നീ കോഴ്സുകളിലേക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന് ദർഗാസുകൾ ക്ഷണിച്ചു. ഓരോ കോഴ്സിനും 5 ലക്ഷം വീതമാണ് അടങ്കൽ തുക. ദർഗാസ് ഫോം വില 1000 രൂപ വീതം സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 7 വൈകിട്ട് 3 വരെയാണ്.